ഇന്ന് നമുക്ക് ട്രാവൽ ഏജൻസി എന്താണെന്ന് നോക്കാം. ഓക്കെ, എ കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് വെയർ ട്രാവലർ ക്യാൻ സെക്യൂർ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്, ഗെറ്റ് ഇംപാർഷ്യൽ കൗൺസിലിംഗ് ആൻഡ് മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു ട്രാവൽ ബൈ എയർ, സീ ഓർ ലാൻഡ് ടു എനി പോയിൻ്റ് ഇൻ ദ വേൾഡ്. അപ്പം എ ട്രാവൽ ഏജൻസി ഈസ് എ കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസ്. ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇതൊരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസ് ആണ്. അവിടെ ട്രാവലറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ട്രാവലർ ക്യാൻ സെക്യൂർ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്, എല്ലാ വിവരങ്ങളും, ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എറ്റ് ഇംപാർഷ്യൽ കൗൺസിലിംഗ്, ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, ആ കാര്യങ്ങളെക്കുറിച്ചും. ആൻഡ് മേക്ക് അറേഞ്ച്മെൻറ്റ് ടു ട്രാവൽ ബൈ എയർ, സീ ഓർ ലാൻഡ് ടു എനി പോയിൻ്റ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ എവിടെ പോകണമെങ്കിലും എവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്ന, അതുപോലെ കൗൺസിലിംഗ് കൊടുക്കുന്ന, അതുപോലെ അറേഞ്ച്മെൻറ്റ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസ്. ഒരു കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ആണ്. ഒരു ട്രാവലറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ ബിസിനസ് ഓർഗനൈസേഷനാണ്. അവിടെ ഒരു ട്രാവലറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കേ, സെക്യൂർ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്, കൗൺസിലിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ടു ട്രാവൽ ബൈ എയർ, സീ ഓർ ലാൻഡ്. ഏത് മീഡിയം വഴി, ഇപ്പോൾ എയർ വഴിയാണെങ്കിലോ, എയർ ട്രാവൽ ആണെങ്കിലോ, സീ ട്രാവൽ ആണെങ്കിലോ, ലാൻഡ് ട്രാവൽ ആണെങ്കിലോ, ഏത് ട്രാവൽ വഴിയുമുള്ള ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ട്രാവൽ ഏജൻസി ആക്ട് ആസ് എ ഏജൻറ്റ് ഫോർ ഡിഫറെൻറ്റ് സപ്ലൈസ് ഓർ പ്രൊവൈഡേഴ്സ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ട്രാവൽ ഏജൻസി ആക്ട് ആസ് എൻ ഏജൻറ്റ്, ഒരു ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുന്നു. ബിറ്റ്വീൻ ആരൊക്കെയാണ്? സപ്ലയേഴ്സ് ഓർ പ്രൊവൈഡേഴ്സ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ടു ദ കൺസ്യൂമർ. സപ്ലയേഴ്സ് ഓർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡിഫറൻറ്റ് സപ്ലൈസ്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ടൂറിസത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറൻറ്റ് സപ്ലയേഴ്സ് അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പം എയർ ട്രാവൽ ആണെങ്കിൽ എയർ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഹോട്ടലുകൾ, അക്കോമഡേഷൻ, അതുപോലെ റെസ്റ്റോറൻറ്റ്, പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള പ്രൊവൈഡ് ചെയ്യുന്ന ആ ആൾക്കാരുടെ ഒരു ഏജൻ്റായാണ് ആര് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഈ ട്രാവൽ ഏജൻറ്റ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി പ്രവർത്തിക്കുന്നത്. അപ്പം ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ ഏതൊരു തരത്തിലുള്ള യാത്രയ്ക്ക്, ഇപ്പോൾ ഇൻലാൻഡ് ആണെങ്കിലും ഔട്ട്ലാൻഡ് ആണെങ്കിലും ഏത് തരത്തിലുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മൾ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രാവൽ ഏജൻറ്റ് എന്ന ലിങ്ക് ആസ് എ കണക്റ്റിംഗ് ബിറ്റ്വീൻ ദ പ്രൊവൈഡേഴ്സ് ആൻഡ് ദ കസ്റ്റമേഴ്സ്. ആരൊക്കെയാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ട്രാവൽ ടൂറിസം പ്രോഡക്റ്റുകൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെയും കസ്റ്റമേഴ്സിൻ്റെയും ഒരു ലിങ്കായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഈ ട്രാവൽ ഏജൻറ്റ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഓഫ് ട്രാവൽ ഏജൻസി. ഒരു ട്രാവൽ ഏജൻസിയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്. നമ്മൾ ആ ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആവശ്യമുള്ള ഇൻഫർമേഷൻസും എക്സ്പെർട്ടൈസ്, ആവശ്യമുള്ള കാര്യങ്ങൾ യാത്രക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞാൽ റെക്കമെൻഡ് ഡെസ്റ്റിനേഷൻസ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ബെസ്റ്റ് സ്യൂട്ടഡ് ദ നീഡ്സ് ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ടൂറിസ്റ്റിന് ആവശ്യമുള്ള, അതായത് പ്രോഡക്ട്സുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്യുക, ഡെസ്റ്റിനേഷൻസ് റെക്കമെൻഡ് ചെയ്യുക. ഇപ്പം ഒരാളാണെങ്കിൽ ചെന്ന് പറയാം, എനിക്ക് ഇത്രത്തോളം ആവശ്യം വേണം, ഇപ്പോൾ കുറച്ച് തണുപ്പായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് എനിക്ക് ആവശ്യം, ഇത്ര ദിവസം നിൽക്കണം, നല്ല ഹോട്ടലുകൾ പ്രൊവൈഡ് ചെയ്യണം, അപ്പോൾ അങ്ങനെയുള്ളൊരു ഡെസ്റ്റിനേഷൻ എനിക്ക് വേണം എന്ന് പറയും. അപ്പം അവർക്ക് അനുയോജ്യമായ ഡെസ്റ്റിനേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്നുള്ളത്. എന്താണ് രണ്ടാമത്തെ ഫംഗ്ഷൻ? റെക്കമെൻഡ് ഡെസ്റ്റിനേഷൻ. മൂന്നെന്ന് പറയുന്നത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ സെക്യൂറിങ് ട്രാവൽ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ ട്രാവൽ ഡോക്യുമെൻറ്റ്സ്, ഒരു പാസ്പോർട്ട് ആയാലും വിസ ആയാലും, നമുക്ക് വേറെ രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? പാസ്പോർട്ടും വിസയൊക്കെ വേണം. അങ്ങനെയുള്ള ട്രാവൽ ഡോക്യുമെൻറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രോസസ് ട്രാവൽ അറേഞ്ച്മെൻറ്റ്. ഇപ്പം പാക്കേജ്ഡ് ടൂറൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്നാൽ മതി, അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നു, തിരിച്ച് നമ്മളിവിടെ കൊണ്ടാക്കി തരുന്നു, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഫുഡായാലും, അതുപോലെ തന്നെ ഫ്ലൈറ്റ്, അതുപോലെ തന്നെ എന്താണ് അക്കോമഡേഷൻ, ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തരണം, ഡെസ്റ്റിനേഷൻസ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തരണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അസിസ്റ്റൻറ്റ് ഇൻ കേസ് ഓഫ് റീഫണ്ട് ആൻഡ് ക്യാൻസലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു ട്രാവൽ ബുക്ക് ചെയ്തു, പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല, അത് വേണമെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? റീഫണ്ട് ചെയ്യണം, അതുപോലെ തന്നെ അത് ക്യാൻസൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളെല്ലാം ചെയ്യുക. ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്, ഒരു ട്രാവൽ ഏജൻസിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ്
ആൻഡ് എക്സ്പെർട്ടൈസ്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുക. റെക്കമെൻഡ് ഡെസ്റ്റിനേഷൻസ്, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു ദ നീഡ്സ് ഓഫ് ദ ക്ലയൻറ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡെസ്റ്റിനേഷനും റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ പ്രോഡക്ട്സുകളും സർവീസുകളും റെക്കമെൻഡ് ചെയ്യുക. പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ സെക്യൂറിങ് ട്രാവൽ ഡോക്യുമെൻറ്റ്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുക. ട്രാവൽ അറേഞ്ച്മെൻറ്റിനെ പ്രോസസ്സ് ചെയ്യുക. അതുപോലെ തന്നെ റീഫണ്ടും ക്യാൻസലേഷനും വല്ലതും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ട്രാവൽ ഏജൻസിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വാട്ട് യു മീൻ ബൈ ടൂർ ഓപ്പറേറ്റർ ആൻഡ് ട്രാവൽ ഏജൻറ്റ്. ടൂർ ഓപ്പറേറ്ററും ട്രാവൽ ഏജൻസിയും തമ്മിലുള്ള വ്യത്യാസം. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷനാണ് അവർ ചെയ്യുന്നതെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടൂർ ഓപ്പറേറ്റർ. എ ടൂർ ഓപ്പറേറ്റർ ഫോർമുലേറ്റ് എ ടൂർ പാക്കേജ് ബൈ കമ്പൈനിങ് ഡിഫറെൻറ്റ് ട്രാവൽ സർവീസസ് റിക്വയർഡ് ബൈ എ ടൂറിസ്റ്റ് ആൻഡ് സെൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ദ പാസഞ്ചർ. അപ്പോൾ ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂർ ഓപ്പറേറ്റർ ഫോർമുലേറ്റ് ടൂർ പാക്കേജ്, ഒരു ടൂർ പാക്കേജ് അയാൾ ഫോം ചെയ്യും ബൈ കമ്പൈനിങ് ഡിഫറെൻറ്റ് ട്രാവൽ സർവീസുകൾ ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, ഡെസ്റ്റിനേഷൻ കണ്ടെത്തുക, അതുപോലെ തന്നെ ഫ്ലൈറ്റ്, അക്കോമഡേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഫുഡ്, റെസ്റ്റോറൻറ്റ്, ഇതെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഇതിനെല്ലാത്തിലൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻറ്റിന് അല്ലെങ്കിൽ ടൂറിസ്റ്റിന് പ്രൊവൈഡ് ചെയ്യും. സെൽസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ദ പാസഞ്ചർ. ഒന്നുകിൽ നേരിട്ടായിരിക്കും അല്ലെങ്കിൽ ത്രൂ മിഡിൽ മാൻ വഴിയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള ആളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂർ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുക. ടൂർ പാക്കേജ് എങ്ങനെയാണ്? കമ്പൈനിങ് ഡിഫറെൻറ്റ് ട്രാവൽ സർവീസ്, പലതരത്തിലുള്ള ട്രാവൽ സർവീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, എയർ ടിക്കറ്റ്, അക്കോമഡേഷൻ, സൈറ്റ് സീയിങ്, മീൽസ്, ഗൈഡ് ആൻഡ് എസ്കോർട്ട്, എയർ ട്രാൻസ്ഫേഴ്സ്. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്ത് അത് ട്രാവലറിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ കർത്തവ്യം? ടൂർ ഓപ്പറേറ്ററിൻ്റെ ഡ്യൂട്ടി. അപ്പം ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൂർ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഫോർമുലേറ്റ് ടൂർ പാക്കേജ് ആൻഡ് കമ്പൈനിങ് ഡിഫറെൻറ്റ് സർവീസുകൾ കമ്പൈൻ ചെയ്യുകയും ടൂർ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ദെൻ ട്രാവൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താ? ട്രാവൽ ഏജൻസി ഈസ് എ പ്രൈവറ്റ് റീറ്റെയിലർ ഓർ പബ്ലിക് സർവീസ് ദാറ്റ് പ്രൊവൈഡ് ടൂറിസം റിലേറ്റഡ് സർവീസസ് ടു ദ പബ്ലിക് ഓൺ ബിഹാഫ് ഓഫ് സപ്ലൈസ് സച്ച് ആസ് എയർലൈൻ, കാർ റെൻ്റൽ, ക്രൂയിസ് ലൈൻ. അതായത് ഈ എയർലൈൻ, കാർ, നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ സർവീസുകൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ആളിനെയാണ് ട്രാവൽ ഏജൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ട്രാവൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാവൽ ഏജൻസി ഈസ് എ പ്രൈവറ്റ് റീറ്റെയിലർ ഓർ പബ്ലിക് സർവീസ്, ഒന്നുകിൽ പ്രൈവറ്റ് ആയിരിക്കും അല്ലെങ്കിൽ പബ്ലിക്, ദാറ്റ് പ്രൊവൈഡ് ടൂറിസം റിലേറ്റഡ് സർവീസ്. അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ടൂറിസം റിലേറ്റഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രാവൽ ഏജൻസിയുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. നോക്കിക്കേ, ഓൺ ബിഹാഫ് ഓഫ് സപ്ലൈസ് സച്ച് ആസ് എയർലൈൻസ്, കാർ റെൻ്റൽ, ക്രൂയിസ് ലൈൻസ്, ഹോട്ടൽ, റെയിൽവേ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഹോട്ടലുകൾ അവർക്ക് കുറേ റൂംസുകൾ പ്രൊവൈഡ് ചെയ്യും. അവർ ആ റൂംസുകൾ ഹോട്ടലിന് വേണ്ടി കസ്റ്റമേഴ്സിന് കൊടുക്കും. അല്ലെങ്കിൽ എയർ ടിക്കറ്റുകൾ, അപ്പോൾ ഒരുപാട് ഇപ്പോൾ എയർ ടിക്കറ്റുകൾ ഇവർ ബൾക്കായിട്ട് മേടിച്ച് വെച്ചിട്ട് ഇവർ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. അതാണ് എന്ന് പറയുന്നത് ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ട്രാവൽ ഏജൻസിയിലും ടൂർ പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ടൂർ ഓപ്പറേറ്ററാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? പാക്കേജ് ടൂർ അല്ലെങ്കിൽ ടൂർ പാക്കേജ് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നത് ടൂർ ഓപ്പറേറ്ററാണ്. ട്രാവൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സപ്ലയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവൽ ഏജൻറ്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാവൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിലേഴ്സ് ആണ്. ട്രാവൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിലേഴ്സ് ആണ്. റീറ്റെയിലേഴ്സ് എന്ന് വെച്ചാൽ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ആര്? ഹോൾസെയിലേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഹോൾസെയിലേഴ്സിനെയും ഹോൾസെയിൽ സർവീസ് പ്രൊവൈഡറിനെയും കസ്റ്റമേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു റീറ്റെയിലറാണ് ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാവൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടൂർ ഓപ്പറേറ്റർ ഈസ് ഹോൾസെയിലർ. ടൂർ ഓപ്പറേറ്റർ ആരാണ്? ഹോൾസെയിലറാണ്. ഡീൽസ് വിത്ത് ട്രാവൽ ഏജൻറ്റുമായി ഡീൽ ചെയ്യുന്ന ഹോൾസെയിലറാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ടൂർ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എപ്പോഴും ഹോൾസെയിലർ ആയിരിക്കും. അതേസമയം ട്രാവൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിലർ ആണ്. രണ്ടെന്ന് പറഞ്ഞാൽ ആക്ട് ആസ് എ കൺസൾട്ടൻറ്റ് ഓർ അഡ്വൈസേഴ്സ് ടു ദ ട്രാവലറിൻ്റെ ഒരു കൺസൾട്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ട്രാവലറിൻ്റെ ഒരു അഡ്വൈസേഴ്സ് ആയിട്ടുമാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡ്വൈസ് വേണം, ഒരു യാത്രയെക്കുറിച്ച് എന്തെങ്കിലും അഡ്വൈസ് വേണം, അല്ലെങ്കിൽ യാത്രയുടെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക്
പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെന്ന് സമീപിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ട്രാവൽ ഏജൻ്റ് എന്ന് പറയുന്നത്. ടൂർ ഓപ്പറേറ്റർ ആക്ട് ആസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് ദ വെൻഡേഴ്സ്. സപ്ലയേഴ്സും വെൻഡേഴ്സും തമ്മിൽ, ആരാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അവരും ആർക്കാണോ സർവീസ് വേണ്ടത് അവരും തമ്മിലുള്ളൊരു കണക്റ്റിംഗ് ലിങ്കാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ട്രാവൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസറാണ് അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ആണ്. ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഡിൽ മാൻ ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. സപ്ലയേഴ്സിനെയും വെൻഡേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മിഡിൽ മാൻ ആണ് ആരെന്ന് പറയുന്നത്, ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ട്രാവൽ ഏജൻറ്റ് റവന്യൂ ആർ ഫിക്സഡ് ആൻഡ് പ്രീ ഡിറ്റർമൈൻഡ് ബൈ സപ്ലയേഴ്സ്. അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ അത് നേരത്തെ ആര്, സപ്ലയേഴ്സ് ഫിക്സ് ചെയ്ത് വെക്കും. ഇപ്പം നിങ്ങൾ ഇത്രത്തോളം ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രത്തോളം രൂപ തരും, അത് ഫിക്സഡ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ടൂർ ഓപ്പറേറ്റർ ഹാവ് വേരിയബിൾ ബട്ട് ലിമിറ്റഡ് റവന്യൂ ഇൻകം ആൻഡ് പ്രോഫിറ്റ് മാർജിൻ. അവരുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, കമ്മീഷനൊക്കെ ആയിരിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലിമിറ്റഡ് റവന്യൂ ഉള്ളൂ. ഓക്കെ, കമ്പയർഡ് ടു ട്രാവൽ ഏജൻറ്റ് ടൂർ ഓപ്പറേറ്റേഴ്സ് ഇൻകം ഈസ് വെരി ലിമിറ്റഡ്. ദെൻ ട്രാവൽ ഏജൻറ്റ് ചാർജ് ഫീ ഫോർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ആൻസിലറി സർവീസസ്. ട്രാവൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫീ, ഡോക്യുമെൻറ്റേഷനും അതുപോലെ തന്നെ മറ്റുള്ള സർവീസുകൾക്കും ഫീസ് ഈടാക്കും. ടൂർ ഓപ്പറേറ്റർ സെൽസ് ഓപ്ഷണൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് മേക്ക് യൂസ് ഓഫ് ഡെപ്പോസിറ്റ്. ടൂർ ഓപ്പറേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവരുടെ കയ്യിലുള്ള സർവീസുകൾ വിൽക്കുകയും അതിൽ നിന്ന് പൈസ ക്രിയേറ്റ് ചെയ്യുകയും പൈസ ഉണ്ടാക്കുകയും ചെയ്യാണ് ആര് ചെയ്യുന്നത്, ടൂർ ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാവൽ ഏജൻറ്റ് ആൻഡ് ടൂർ ഓപ്പറേറ്റർ. ഒന്നെന്ന് പറഞ്ഞാൽ ട്രാവൽ ഏജൻറ്റ് ആരാണ്, റീറ്റെയിലറാണ്. ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലറാണ്. അതുപോലെ തന്നെ ട്രാവൽ ഏജൻറ്റ് ആക്ട് ആസ് എ കൺസൾട്ടൻ്റ് ആണ്. ടൂർ ഓപ്പറേറ്റർ ആക്ട് ആസ് എ മിഡിൽ മാൻ. ഓക്കെ, ട്രാവൽ ഏജൻറ്റിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്. ടൂർ ഓപ്പറേറ്ററിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയബിൾ ആണ്. ട്രാവൽ ഏജൻറ്റിന് ക്യാഷ് കിട്ടുന്നത് അവരെന്ത് ചെയ്യും, ഡോക്യുമെൻറ്റേഷനും അതുപോലെ മറ്റുള്ള സർവീസിൽ നിന്ന് ഫീസ് ഈടാക്കും. ബട്ട് ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ മെയിനായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് അവരുടെ പ്രോഡക്റ്റുകളും സർവീസുകളും വിൽക്കപ്പോഴാണ് അവർക്ക് എന്ത് കിട്ടുന്നത്, ഇൻകം കിട്ടുന്നത്. ഓക്കെ.